ഹായ് ഫ്രണ്ട്സ്, ചവരിയും ബീട്രൂട്ടും ചേർത്ത് നല്ല ഹെൽത്തി ആയൊരു പപ്പടമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെറിയൊരു ബീട്രൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അര കപ്പ് ചവരിയാണ് ഞാനിവിടെ കുതിർത്താൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുക്കറിലല്ല നമ്മളിത് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇതിങ്ങനെ വെന്ത് കിട്ടാനായിട്ട്. നല്ല വെയിലുള്ള സമയത്ത് വേണം ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയൊരു പപ്പടമാണിത്. കൂടുതൽ അളവിൽ തയ്യാറാക്കി എയർ ടൈറ്റ് ആയൊരു ബോട്ടിലിലിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ചവരിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. മുഴുവൻ ചൂടും ആറേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്കിതൊന്നിങ്ങനെ അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ നല്ലതുപോലെ അരഞ്ഞു കിട്ടും. കാരണം ചവരിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുള്ളതാണ്. ഇതിലേക്ക് തന്നെ ഞാൻ അരച്ചു വെച്ച ബീട്രൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതൊന്നിങ്ങനെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ എരിവൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുഴുവനും ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ പപ്പടം തയ്യാറാക്കുമ്പോൾ ഇത് കറക്റ്റായി തന്നെ കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ നല്ല ജീരകവും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചതച്ച മുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് പൊടിഞ്ഞു പോരുത്. ഇനി ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. നല്ല കനം കൂടിയ പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രേകളിലോ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ട്രേയിൽ ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം ഇതിങ്ങനെ പരത്തി കൊടുക്കാൻ. ആദ്യം നമുക്ക് വെറുതെ ഒന്നിങ്ങനെ പരത്തി നോക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ അധികം ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ. പല ഷേപ്പിലായി പോവും. ഞാൻ ആദ്യം ഒരു ട്രേയിൽ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിലൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലൊരു വള ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ റിങ്ങോ ഉപയോഗിച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. വള ഇതുപോലെ വെച്ച് കൊടുത്ത് അതിനുള്ളിലൊന്ന് പരത്തി അപ്പോൾ തന്നെ നമുക്ക് വള അപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഷേപ്പ് പോകുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറേ കൂടെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ സൗകര്യം. പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലൊരു 5 ട്രേയിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അത്രയും എണ്ണം ഉണ്ടായിരുന്നു. ഇത് വളരെ കനം കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. നല്ല ട്രാൻസ്പാരൻ്റായി നല്ല കനം കുറഞ്ഞിട്ടാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഇനി നമുക്കിത് നല്ല വെയിലത്ത് കൊണ്ടുവച്ചൊന്ന് ഉണക്കിയെടുക്കണം. നല്ലതുപോലെ ഉണങ്ങും മുന്നേ തന്നെ നമുക്കിതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കാം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ നിന്ന് അടർത്തിയെടുത്ത് വേറെ പാത്രത്തിലിട്ട് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ട്രേയിൽ പരത്തിയെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമുക്കിതിങ്ങനെ വേർപെടുത്തിയെടുക്കാൻ പറ്റും. ഞാനിതെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഉണക്കിയെടുത്തു. ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ഷേപ്പുണ്ട്. ചിലതൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കൂടുതലും നമുക്ക് ഇതുപോലെ നല്ല ഷേപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ വറുത്തെടുക്കാൻ. സാധാരണ പപ്പടം കാച്ചിയെടുക്കുന്നത് പോലെ തന്നെ നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. വളരെ കനം കുറഞ്ഞ പപ്പടം ആയതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എയർ ടൈറ്റ് ആയ ഒരു ബോട്ടിലിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
ആവശ്യത്തിനുള്ളത് മാത്രം കുറച്ച് കുറച്ചായി എടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചായക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല. നല്ല ചൂടുള്ള കട്ടൻ ചായക്കൊപ്പം ഇതിങ്ങനെ വറുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.